പ്ലീസ്. ആ ആളുകൾ ഇനി കയറി വരും. ഞാൻ 1 സെക്കൻഡ് രേഷ്മി ഒന്ന് അഡ്മിൻ ആക്കി കൊണ്ടോട്ടെ. ഓക്കെ. സോ ഒരു സ്ഥലത്ത് നമ്മളെ പോലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യുനോ എല്ലാം ചെയ്യും, വളരെ സ്ട്രോങ്, ഓൾവേസ് അണ്ടർസ്റ്റാൻഡിങ്. ആളുകൾ വിചാരിക്കും "ഓ, എന്തൊരു എന്ത് നമ്മൾ ആവശ്യപ്പെട്ടാലും, അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ ആവശ്യപ്പെട്ടാലും അവർ യെസ് പറയുന്നു. അവര് ഷീസ് നോൺ ഫോർ ഷീ നോൺ ആസ് ദ സ്ട്രോങ്ങസ്റ്റ് വൺ. കാണുന്നവരൊക്കെ പറയും എന്ത് സ്ട്രോങ് ലേഡിയാണ് അവര്. ഓൾവേസ് എല്ലാവരോടും പറഞ്ഞ ഇറ്റ്സ് ഓക്കെ, ഐ വിൽ മാനേജ്, ഡോണ്ട് വറി എന്ന് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നു. എല്ലായിടത്തും അവർക്ക് എവിടെയൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ അവരെ പ്രസന്റ് ചെയ്യുന്നു. ആൻഡ് ക്യാരിഡ് റെസ്പോൺസിബിലിറ്റീസ് വിത്തൗട്ട് കംപ്ലൈൻറ്റ്. ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ അവരുടെയും മറ്റുള്ളവരുടെയും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു. ഫ്രം ദ ഔട്ട്സൈഡ് ഷീ ലുക്ഡ് കേപ്പബിൾ. പുറത്തുനിന്ന് നോക്കുന്നവരൊക്കെ വിചാരിക്കുന്നത് ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. പക്ഷെ ഇൻസൈഡ് ഷീ വാസ് ടയേർഡ്. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. നോട്ട് ടയർഡ് ഓഫ് വർക്ക്, നോട്ട് ടയർഡ് ഓഫ് പീപ്പിൾ, ബട്ട് ഷീ വാസ് ടയേർഡ്. ആൻഡ് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഈ ടയറിങ് സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ വൺസ് ഷീ റിയലൈസ്ഡ് ദാറ്റ് നോ വൺ ഈസ് ആക്ച്വലി ഫോഴ്സിങ് മീ. ഐ ആം ദ വൺ ഹൂ നെവർ സേസ് നോ. ഒരിക്കലും ഞാൻ ഓവർ ആകാത്തതുകൊണ്ടാണ് എല്ലാവരും ആരും പറയുന്നില്ല ചെയ്യണമെന്ന്. ഒരു ഓവർ ഗിവിങ് ആയതുകൊണ്ടാണ് ഞാൻ ടയർഡ് ആയത്. ഞാൻ കേപ്പബിൾ, അല്ലെങ്കിൽ ഞാൻ ബേർഡ് ഔട്ട് ആയത്, അല്ലെങ്കിൽ ബേസ്റ്റ് ഔട്ട് ആയത് എന്ന് അവർക്ക് തന്നെ റിയലൈസേഷൻ വരുന്നു. അപ്പൊ ഇത് സംഭവിക്കും, എല്ലാവർക്കും സംഭവിക്കുന്നത്. കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മളെല്ലാവരും പഠിച്ചതാണ്, വി ഹാവ് ബീൻ ടോട്ട് ഇങ്ങനെയാണ്: കൈൻഡ് ആയിരിക്കണം, ഹെൽപ്ഫുൾ ആയിരിക്കണം, ഓൾവേസ് അവൈലബിൾ ആയിരിക്കണം, എന്ത് സംഭവിച്ചാലും ഡിസപ്പോയിൻറ്റഡ് ആകരുത്, ഷെയർ ചെയ്യണം, കെയർ ചെയ്യണം. ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത്. ബീങ് എ ഗുഡ് ഗേൾ, ഗുഡ് ലേഡി, ഗുഡ് ഹ്യൂമൻ ബീങ്, യു ഹാവ് ടു ഡു ഓൾ ദീസ് തിങ്സ്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബട്ട് നോ വൺ ടോട്ട് ആസ്, ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഹൗ വി പ്രൊട്ടക്റ്റ് അവർ എനർജി, ഹൗ വി ഓണർ അവർ ലിമിറ്റ്സ്, ഹൗ സേ നോ വിത്തൗട്ട് ഗിൽറ്റ്. നോ പറയുന്നത് നമ്മൾ എപ്പോഴും ഗിൽറ്റ് കൂടെ ആഡ് ചെയ്യും. നോയിൽ ഒരു ഗിൽറ്റ് എന്തായാലും വരും. അയ്യോ, ഞാനത് പറഞ്ഞു പോയല്ലോ, എങ്ങാനും നോ പറഞ്ഞു പോയാൽ. സോ ഇതെല്ലാം നമ്മളെ ഡേഞ്ചറസ് ഹാബിറ്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആരുടെയെങ്കിലും നോ പറയുന്നത് അങ്ങനെ പറഞ്ഞ് ശരിയായില്ല, ഉടനെ വീട്ടുകാർ പറയും നീ അങ്ങനെ പറയും. ഈവൻ ഞാൻ എൻ്റെ മോള് ചെറിയ പ്രായമായിരിക്കുമ്പോൾ, ചെറുതല്ല, ഒരു അഡോളസൻസിലൊക്കെ വരുമ്പോൾ അവൾ ചില കാര്യങ്ങൾ വരുന്ന ഗസ്റ്റിനോട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല, അവർ പോയി കഴിയുമ്പോൾ ഞാൻ നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അത് പറയുന്നത് തെറ്റല്ലേ, അവർക്ക് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലോ. അപ്പോൾ അവൾ എന്നോടത്ത് പറയണം, മമ്മിയാണ് പറയുന്നത് പേഴ്സണാലിറ്റി സ്ട്രോങ് ആയിട്ട് എസ് പറയേണ്ടത് എസും നോ പറയേണ്ടത് നോയും പറയും. ഈ മമ്മി തന്നെയാണല്ലോ ഇതും പറയുന്നത്. കാരണം ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. എന്നെ സംബന്ധിച്ച് ഇപ്പൊ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു കോറിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ പിന്നീട് മനസ്സിലാക്കി, അവളത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനാണ് റോങ്. ശരിയാണ്, അവർക്ക് കംഫർട്ടബിൾ അല്ല എങ്കിൽ, എനിക്കിത് ബുദ്ധിമുട്ടല്ല എങ്കിൽ നോ എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പിന്നെ അവളുടെ അടുത്ത് പറഞ്ഞു, ശരിയാണ്, നീ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? വി ഫീൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്, വേറെ ആൾ നമ്മളെ വിമർശിക്കുന്നത് ബുദ്ധിമുട്ടാണ്, വേറെ ആൾക്ക് നമ്മളോട് ഇഷ്ടം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നത്തിലേക്ക് നോ പറയാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് നോ പറയുന്നത്? നോ പറയുന്നത് എന്തിന് എന്നുള്ളതാണ് പറയുന്നത്. സേയിങ് നോ ഇസ് നോട്ട് റിജക്ഷൻ. അത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കോർ ട്രൂത്ത് എന്ന് പറയുന്നത് നോ പറയുന്ന റിജക്ഷൻ അല്ല, അവരെ റിജക്റ്റ് ചെയ്യലല്ല. ഇറ്റ് ഈസ് സെൽഫ് റെസ്പെക്ട്. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നോ പറയുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കത് എന്നെക്കൊണ്ട് അഫോർഡബിൾ അല്ല, എനിക്കത് അൺകംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ നോ പറയുന്നത് എന്നോടുള്ള റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഇന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി സെൽഫ് ലവ് ഇറ്റ്സ് എ ക്വൈറ്റ് കോമൺ തിങ്. ബട്ട് നോ വൺ സേസ് ഈ ഒരു നോ പറയല് അത് എത്രമാത്രം കണക്റ്റഡ് ആണ് അവരുടെ സെൽഫ് റെസ്പെക്റ്റുമായിട്ട്, അല്ലെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷനുമായിട്ട്, സെൽഫ് ലീഡർഷിപ്പുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. സോ സേയിങ് നോ ഈസ് വി ആക്ച്വലി പ്രൊട്ടക്റ്റ് അവർ സെൽഫ് ലീഡർഷിപ്പ്
സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് പ്രൊട്ടക്ഷൻ. സോ എവറി അൺനെസസറി യെസ്, അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ എസ് എവിടെയൊക്കെ പറയുന്നുണ്ടോ നമ്മൾ അതിന് കൊടുക്കേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അപ്പുറമാണ്. നമ്മുടെ പീസ് നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, നമ്മുടെ ക്ലാരിറ്റി നഷ്ടപ്പെടും. സോ ഓൾവേസ് വി ആർ ഇന്ന ഡിലമ. ഞാൻ പറഞ്ഞുവല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറയണമോ, ഈ തരത്തിലുള്ള തോട്ട്സാണ് നമ്മളിലേക്ക് വരുന്നത്. ദെൻ ഹെൽത്തിനെ ബാധിക്കും, മെൻ്റൽ ഹെൽത്ത്, ദെൻ ഇവൻച്വലി ഫിസിക്കൽ ഹെൽത്ത്. നമ്മുടെ ജോയ്, സന്തോഷം നഷ്ടപ്പെട്ടു പോകും. ആൻഡ് സംടൈംസ് യുവർ ഫ്യൂച്ചർ സെൽഫ്, നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് നമ്മൾ എന്താണോ ആകാനായി, ആരാണോ ആകേണ്ടത്, അതാണ് നമ്മുടെ ഐഡന്റിറ്റി. എന്താണ് ആകേണ്ടതല്ല, എന്താണ് ആകേണ്ടതിന് പകരം ആരായി ഞാൻ മാറണം എന്ന് മാറുന്നതാണ് നമ്മുടെ ഐഡന്റിറ്റി. അതിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. കാരണം നമ്മളിങ്ങനെ ലൂപ്പിൽ കിടക്കും, ഇമോഷണൽ ലൂപ്പ്. നമ്മളുടെ ഇത് ഒരു ബിഹേവിയറൽ ലൂപ്പ്, ഇങ്ങനെ ലൂപ്പിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു പോകും. അപ്പം അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. തിയേറ്ററിൽ എന്ന് പറയുന്നത് ശ്വാസകോശം, അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതിനേക്കാൾ വലിയ വില നമ്മൾ ഇതിന് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് നമ്മൾ അറിയില്ല, ഇതൊക്കെ നമ്മൾ സഹിച്ചങ്ങ് പോകും. 2026 നമ്മളത് സഹിക്കേണ്ട. റെഡിയാണോ എല്ലാവരും? ഇതുവരെ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തവരെ, ഇതുവരെ നിങ്ങളെ യൂസ് ചെയ്തവരുടെ അടുത്തൊക്കെ നമ്മൾ ഒരു ബിഗ് നോ പറയാൻ റെഡിയാണ്. ആരാണ് റെഡി ആയിട്ടുള്ള ഒരു യെസ് എന്ന് ഇടാമോ? Yes, ma'am. യെസ്. I'm ready. Yes, ma'am. I'm ready. ഓക്കെ, സൂപ്പർ. സോ പ്രൊട്ടക്ട് യുവേഴ്സ്. നിങ്ങളുടെ സൂപ്പർ ഡ്യൂപ്പർ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ആഴത്തിലെടുക്കണം. ഇത് നോട്ട് എഴുതുന്നവർ നോട്ട് എഴുതിക്കോളൂ, പക്ഷേ ഇത് ഉള്ളിലേക്ക് എടുക്കേണ്ടതാണ്. ഇതൊരിക്കലും നമ്മൾ നോട്ട്ബുക്കിൽ വെക്കേണ്ട കാര്യമല്ല, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഈ ഒരു സാധനം വായിക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. ഡോണ്ട് മിസ് ദിസ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ പുതിയൊരു പേഴ്സണാലിറ്റിയിലേക്ക് കൊണ്ടുപോകും. ആക്ച്വലി ആളുകൾ നിങ്ങളെ ഓണർ ചെയ്യാൻ തുടങ്ങും. നിങ്ങളൊരു നോ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരാളായി മാറുന്നു. നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ മാറും. നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയരും. നിങ്ങൾ നോ പറയാൻ തുടങ്ങിയ മൊമെന്റിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയരും. മറ്റുള്ളവർ ഗിവ് റെസ്പെക്ട് ഓട്ടോമാറ്റിക്കലി, അൺകോൺഷ്യസ് ആയിട്ട് റെസ്പെക്ട് ചെയ്തു പോകും. അൺകോൺഷ്യസ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റെസ്പെക്ട് ചെയ്തു പോകും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ, നോ പറയാൻ ശീലിച്ചു കഴിഞ്ഞാൽ. സോ ആക്ച്വലി ഞാൻ ഈ വെബിനാറിലേക്ക് ഇന്നത് എടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോഴൊക്കെ പല എന്താ പറയേണ്ടത്, മോട്ടിവേഷണൽ സ്പീച്ചും അതുപോലെ പോസിറ്റീവ് പ്രോഗ്രാമിങ്ങും പോസിറ്റീവ് പ്രോഗ്രാംസും പോസിറ്റീവ് ആക്ടിവിറ്റീസും പോസിറ്റീവ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിലും പലയിടത്തു നിന്നും നമ്മൾ ആക്ച്വലി വി ആർ നോട്ട് ലേണിംഗ് ഹൗ ടു ബിക്കം സെൽഫിഷ് എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് മീഡ്, സെൽഫിഷ് ടു ബി സെൽഫ്ലെസ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. കാരണം നമ്മൾ കുറച്ച് സെൽഫിഷ് ആയാലേ സെൽഫ്ലെസ് ആയിട്ട് നമുക്ക് ഗിവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ടൈമിൽ കുറച്ച് സെൽഫിഷ് ആണ്. ഈ സമയം എൻ്റെ സമയമാണ്, എനിക്ക് ആവശ്യമാണെന്ന് ഞാൻ പറയുന്നത് ഒരു സെൽഫിഷാണ്. എനിക്ക് വേണ്ടി ഒരു ടൈമുണ്ട്, ആ ടൈം ഞാൻ യൂസ് ചെയ്ത് എൻ്റെ എനർജി അത് ഞാൻ യൂസ് ചെയ്യുന്നു, എൻ്റെ റിസോഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നു. അങ്ങനെ യൂസ് ചെയ്ത് സെൽഫിഷ് ആയാൽ സെൽഫ്ലെസ് ആയിട്ട് എൻറ്റയർ ലൈഫ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ സെൽഫിഷ് ആകാത്തത് കൊണ്ടാണ് നമുക്ക് സെൽഫ്ലെസ് ആകാൻ പറ്റാത്തത്. സെൽഫിഷ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് സെൽഫ്ലെസ് ആകാൻ പറ്റുള്ളൂ. വർക്കിംഗ് വുമൺ, നമ്മൾ ഓവർ ഗിവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും ഞാൻ എൻ്റെ കുട്ടികൾ എന്ത് വിചാരിക്കും, അവിടെ വി നീഡ് ടു ക്രിയേറ്റ് എ സിസ്റ്റം. ഇത് എല്ലാവർക്കും വേണ്ടി. അപ്പം നമ്മൾ ഒരു സെൽഫ്ലെസ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നു, ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവുന്നു, ഹെൽത്ത് വൈസ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നു, നമ്മൾ സേഫ് ആകുന്നു, നമ്മൾ സോഷ്യലി അക്നോളജ്ഡ് ആകുന്നു. ഈ ഒരു സ്റ്റേജിലേക്ക് വരണമെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ബി സെൽഫിഷ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം ഈ കാര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ മാത്രമേ നമുക്ക് സെൽഫ്ലെസ് ആയിട്ട് ഗിവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ സെൽഫിഷ് ആണെന്ന് പറയുന്നവരുടെ തന്നെ ആദ്യം നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന അവരായിരിക്കും. സോ നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കണക്റ്റഡ്, ഒന്ന് ഡിറ്റാച്ച്ഡ് ആകാൻ നമുക്ക് പേടിയാണ്. എല്ലാത്തിൽ നിന്നും വിട്ട് മാറി നിന്ന് എനിക്ക് വേണ്ടി എത്ര പേര് ഇപ്പം ന്യൂ ഇയറിന് നിങ്ങൾ ഗോൾ സെറ്റ്, ഇപ്പം എല്ലാവരും എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ലൈഫ് കോച്ചർമാരെല്ലാവരും ഗോൾ സെറ്റിംഗ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ എത്ര പേര് നിങ്ങൾക്ക് വേണ്ട ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്? ഐ ആം നോട്ട് സേയിങ് ഗോൾ, ടെക്നിക്കൽ ജാർഗൻസ് ആൻഡ് ഓൾ, സ്മാർട്ട് ഗോൾസ്, ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് 2026 നിങ്ങൾക്ക് വേണ്ട 5 കാര്യങ്ങൾ,
അതിന് ഓരോ കാര്യത്തിലും ഞാൻ ഓരോ ആക്ഷൻ സ്റ്റെപ്പ് എന്ത് ചെയ്യും, ജസ്റ്റ് ഇത്ര എഴുതി വെക്കാം. എത്ര പേർക്ക് അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താൻ പറ്റും? അതൊരു സെൽഫിഷ് ടൈമാണ്. അതാണ് സെൽഫിഷ്. അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഹെൽത്തിന് വേണ്ടി എത്ര സമയം, എൻ്റെ മെൻ്റൽ പീസിന് വേണ്ടി എത്ര സമയം, എൻ്റെ ലേണിങ്ങിന് വേണ്ടി, എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി എത്ര സമയം, ഇതാണ് സെൽഫിഷ്. അല്ലാതെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നില്ല സെൽഫിഷ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സെൽഫിഷ്. ആക്ച്വലി ഞാൻ ഇന്ന് നിങ്ങൾ പഠിക്കുന്നത് ഈ നോ എന്ന് പറയുന്നത് ഹീലിംഗ്, എസെൻഷ്യൽ ഫോർ ഹീലിംഗ്. ഇല്ലെങ്കിൽ നമ്മൾ ഇന്റേണലി നമ്മൾ സ്പോയിലായിക്കൊണ്ടേയിരിക്കും, ഓ എക്സോസ്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും ഇന്റേണലി. നമ്മളെ ഹീൽ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ടെക്നിക്ക് എന്നത് നോ പറയലാണ്. നോ, ഹൗ നോ റീസ്റ്റോർ യുവർ എനർജി ഇൻസ്റ്റന്റ്ലി എന്ന് നമ്മൾ ഇന്ന് പഠിക്കും. ഇന്ന് 7 പ്രിൻസിപ്പിൾസ് ആണ് ഈ നോ പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാൻ പോകുന്നത്. 7 പോയിന്റ്സ്, 7 പ്രിൻസിപ്പിൾസ് എന്ന് എടുത്തോളൂ. നമ്പർ 1, നോ പ്രൊട്ടക്ട് യുവർ ലൈഫ് എനർജി. നമ്മുടെ ലൈഫ് എനർജി, ഇത് എസെൻഷ്യലിസം എന്ന് പറയുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഒരു സ്കൂൾ ഓഫ് തോട്ട്സ് എന്നാണ് ഞാൻ ഈ ഒരു ഇൻസൈറ്റ് എടുത്തിട്ടുള്ളത്. എസെൻഷ്യലിസം. വെൻ യു സേ യെസ് ടു എവറിത്തിങ് യു ഡൈല്യൂട്ട് വാട്ട് ട്രൂലി മാറ്റേഴ്സ്. എല്ലാവരോടും കാണുന്നിടത്തൊക്കെ യെസ് പറയും, എല്ലാവരോടും പറയും, വഴിയെ പോകുന്നവർ ഓക്കെ, എല്ലാത്തിനും ഓക്കെ. ആക്ച്വലി നമ്മുടെ ലൈഫ് എനർജി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രഷ് ലൈഫ് എനർജി, ഓരോരുത്തർക്കും കോർ എനർജി ഉണ്ട്. നമ്മളുടെ ഒരു പേഴ്സൺ എന്നുള്ള നമ്മളിലുള്ള ഒരു ലൈഫ് എനർജി ഉണ്ട്. അത് സ്കാറ്റർ ചെയ്ത് പോകും. പിന്നെ നമുക്ക് വേണ്ടി യൂസ് ചെയ്യാൻ ഒന്നും കാണത്തില്ല. വൺ തിങ്, ഇത് എഴുതി വെച്ചോളാം, എനർജി ഈസ് ഫിനിറ്റ്. നമ്മുടെ ഉള്ളിലുള്ള എനർജി എന്നത് ഇൻഫിനിറ്റ് അല്ല. യൂണിവേഴ്സൽ എനർജി ഇൻഫിനിറ്റ് ആണ്. എനർജി നശിക്കുന്നില്ല, എനർജി ഈസ് എവറിത്തിങ്. പക്ഷെ നമ്മുടെ എനർജി ഫിനിറ്റ് ആണ്. കുറച്ച് കഴിയുമ്പോൾ അത് ലീക്കായി പോവും, നഷ്ടപ്പെട്ടു പോവും. ആ എനർജി നമുക്ക് എപ്പോഴും ആ ഇൻഫിനിറ്റ് എനർജി ഇല്ല, ഫിനിറ്റ്. ഫോക്കസ് ഈസ് പവർ. ഫോക്കസ് ഈസ് പവർ. എനർജി ഈസ് ഫിനിറ്റ്, ഫോക്കസ് ഈസ് പവർ. ആ കുറച്ചുള്ള എനർജിയെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ടതിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വിൽ ബി പവർഫുൾ. ക്ലാരിറ്റി കംസ് ഫ്രം സബ്സ്ട്രാക്ഷൻ, നോട്ട് അഡീഷൻ. എന്തൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത വേണ്ടാന്ന് വെക്കുന്നോ അതിൽ നിന്നാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. എല്ലാം ആഡ് ചെയ്ത് അപ്പുറത്തുകാർ, അമ്മാവൻ്റെ മകൾ, അപ്പുറത്തെ അങ്കിളിൻ്റെ കസിൻ്റെ നെവ്യൂവിൻ്റെ മദറിലോടെ ബ്രദർ ഗൾഫിൽ നിന്ന് വന്നു, അപ്പോൾ അവരുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. സബ്സ്ട്രാക്ട് ചെയ്യണം വേണ്ടതൊക്കെ. ഇപ്പം നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഈ വർഷം നിങ്ങളോട് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് എ ലിസ്റ്റ്, വാട്ട് ഐ നീഡ് ടു സബ്സ്ട്രാക്ട്, വാട്ട് ഐ നീഡ് ടു ആഡ്. ആഡ് ചെയ്യേണ്ടത് എന്താണ്, അത് കുറച്ചായിരിക്കണം. സബ്സ്ട്രാക്ട് ചെയ്യുന്നത് കൂട്ടണം. നമ്മളിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നത് വേണ്ട വേണ്ട വേണ്ട, മൈനസ് ചെയ്ത് വിടുന്നത്, വേണ്ടാത്തതൊക്കെ മാറ്റിക്കളയുക, വേണ്ടാത്തതൊക്കെ മാറ്റിക്കളയുക. എന്നാലാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരു മെസ്ഡപ്പായി കിടക്കുന്ന ഒരു റൂം സങ്കല്പിക്കുക. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അവർ മൈൻഡ്, ലോട്ട് ഓഫ് തിങ്സ്, ഖയോസ്, നോയ്സ്, ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്യണം. ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് എനിക്ക് പ്രയോറിറ്റി ചെയ്യണം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് പ്രയോറിറ്റൈസ്. നമുക്ക് പറ്റില്ല പ്രയോറിറ്റൈസ് ചെയ്യാൻ. എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പം നമ്മുടെയൊക്കെ ലൈഫ് അങ്ങനെയാണ് കിടക്കുന്നത്. സോ ജസ്റ്റ് പ്രയോറിറ്റൈസ് ആൻഡ് മേക്ക് സബ്സ്ട്രാക്ഷൻ, നോട്ട് അഡീഷൻ. അഡീഷനും സബ്സ്ട്രാക്ഷൻ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതിന് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് എത്രയാണ്, ഏതൊക്കെയാണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ആഡ് ചെയ്യണം എന്ന് നോക്കുക. ഇവിടെ ഒരു ക്ലിയർ യെസ് എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് നോട്ട്, സോ നോ പ്രൊട്ടക്ട് യുവർ ലൈഫ് എനർജി. അതായത് നമ്മൾ പറയാം ലൈഫ് എനർജി എന്ന് പറയുന്നത്, ഇറ്റ്സ് യുവർ അറ്റൻഷൻ, ഇമോഷണൽ കപ്പാസിറ്റി, മെന്റൽ ക്ലാരിറ്റി ആൻഡ് ഫിസിക്കൽ വൈറ്റാലിറ്റി. ഇതെല്ലാം കൂടെ ചേരുമാണ് ലൈഫ് എനർജി എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷൻ, അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ എവിടെയൊക്കെ പോകുന്നു, നമ്മുടെ ഫോക്കസ് പോകുന്നിടത്ത് നമ്മുടെ എനർജി പോകും. ഇമോഷണൽ കപ്പാസിറ്റി, നമ്മൾക്ക് ഇമോഷൻസ് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഒത്തിരി ഓവർവെയിംഡ് ആകുമ്പോൾ നമുക്ക് ഇമോഷണൽ കപ്പാസിറ്റി കുറയും. എല്ലാവർക്കും അടുത്ത് യെസ് പറഞ്ഞു, എല്ലാവരുടെ കാര്യവും സാറ്റിസ്ഫൈ ചെയ്യണം, നമുക്ക് ടൈമില്ല, നമ്മളെ ഇമോഷണൽ കപ്പാസിറ്റി ഡൗൺ ആവും. മെന്റൽ ക്ലാരിറ്റി, ടു മച്ച് തിങ്സ്, ഏതാദ്യം തുടങ്ങണം, ഓവർവെയിംഡ് ആവും, മെന്റൽ ക്ലാരിറ്റി ഇല്ല. ആൻഡ് ഫിസിക്കൽ വൈറ്റാലിറ്റി, ചെയ്ത് ആദ്യത്തെ 10 കാര്യം 10 യെസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മളെ എനർജി കഴിയും, വൈറ്റാലിറ്റി കംപ്ലീറ്റ് പോകും. ഇറ്റ് ഈസ് ലിമിറ്റഡ്. ലൈഫ് എനർജി ലിമിറ്റഡ് ആണ്. വൺസ് സ്പെൻഡ് ഇറ്റ് മസ്റ്റ് ബി റീകവേർഡ്. തിരിച്ച് നമുക്ക് ഒരിക്കൽ നമ്മുടെ എനർജി തീർത്തു, നമ്മൾ തിരിച്ചെടുക്കണം, റീസെറ്റ് ചെയ്യണം.
നമ്മൾ റീകവേർഡ് ചെയ്യണം. ചാർജ് ചെയ്യണം. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നവരെ നമ്മുടെ ലൈഫ് എനർജി ചാർജ് ചെയ്യണം. ആ ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും എനർജി കിട്ടുള്ളൂ. നമ്മളിപ്പം വെൻ വാട്ട് ഹാപ്പൻസ് വെൻ യു ഡോണ്ട് സേ നോ. നോ പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? എനർജി ലീക്ക് ചെയ്യും. അത് ആളുകളിലേക്ക് ലീക്ക് ചെയ്യും, ടാസ്കിലേക്ക് ലീക്ക് ചെയ്യും, കമ്മിറ്റ്മെന്റുകളിലേക്ക് ലീക്ക് ചെയ്യും. യുവർ എനർജി ലീക്ക് ഇൻ ടു പീപ്പിൾ, ടാസ്ക് ആൻഡ് കമ്മിറ്റ്മെന്റ്സ്. ഇതൊന്നും നമ്മളുമായിട്ട് അലൈൻഡ് ആകാത്ത ഇതിലായിരിക്കും കൂടുതലും പോകുന്നത്. യു ഫീൽ ടയേർഡ് വിത്തൗട്ട് ഡൂയിങ് മച്ച്. കൂടുതലൊന്നും ചെയ്യുന്നില്ല, ബട്ട് ടയേർഡ് ആവും, ഇറിറ്റേറ്റഡ് ആവും, കൺഫ്യൂസ്ഡ് ആവും ആൻഡ് ഡ്രെയിൻഡ് ആകും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ യുവർ നെർവസ് സിസ്റ്റം സ്റ്റേസ് ഇൻ കോൺസ്റ്റന്റ് ഓൺ മോഡ്. നമ്മൾ നിന്നേ പറ്റുള്ളൂ. കാരണം എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ ചെയ്യണം, കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ഉണ്ട്. പലരുടെയും പലർക്കും കൊടുത്തിട്ട് ഒബ്ലിഗേഷൻ. സോ അത് ബ്രെയിൻ നോ ഓൺ മോഡിൽ നിന്നേ പറ്റൂ. അപ്പൊ അവിടെ സ്ട്രെസ് ഉണ്ടാവും. അപ്പം ഒരു ഒബ്ലിഗേഷൻ ഇത് കാരണം മൈൻഡിൽ പതിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ബ്രെയിൻ ഒബ്ലിഗേഷൻ ഇത് ചെയ്യണമല്ലോ ചെയ്യണമല്ലോ നമുക്ക് ഇന്റൻഷൻ തന്നുകൊണ്ടേയിരിക്കും. അർജൻസി ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ക്ലാരിറ്റി പോവും, ക്രിയേറ്റിവിറ്റി പോവും. ആൻഡ് ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂഷൻ നീഡ്സ് സ്പേസ് ആൻഡ് എനർജി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പൊസിഷൻ. ആ ഇൻറ്റ്യൂഷൻ നമുക്ക് വരണമെങ്കിൽ ക്ലാരിറ്റി വേണം, നമ്മൾക്ക് ഒരു കാംനെസ് വേണം, സ്പേസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഇന്നർ ഗൈഡൻസ് കിട്ടുള്ളൂ. അപ്പൊ ഇത് നമ്മൾ നോ പറയുമ്പോൾ നമ്മളുടെ എനർജി മിസ്ലൊക്കേറ്റഡ് ആകുകയാണ്, അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്. ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ? ആരും ഒന്നും പറയാത്ത എന്താ? എന്തെങ്കിലും പറയോ? കുറച്ച് No, ma'am. കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഓക്കെ 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 ഇഷ്ടം കിട്ടുമല്ലോ. ഓക്കെ. സോ ആക്ച്വലി വാട്ട് സേയിങ് നോ ആക്ച്വലി ഡസ് എന്ന് പറഞ്ഞാല് നമ്മുടെ നോ പറയണമെങ്കിൽ നമ്മുടെ എനർജി ലീക്കേജ്, അതായത് നമ്മളെ എനർജി ലീക്കേജ് സ്റ്റോപ്പ് ചെയ്യും. എനർജി അവിടേക്ക് നമ്മുടെ ലൈഫ് എനർജി ലീക്ക് ചെയ്യുന്നത് നിൽക്കും നോ പറയാൻ തുടങ്ങുമ്പോൾ. അതോടെ തന്നെ നമ്മുടെ ഫോക്കസ് പ്രിസർവ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ട്രൂലി മാറ്റേഴ്സ്. നമുക്ക് വേണ്ടതിലേക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റും. ഇമോഷണൽ ബാൻഡ് വിത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്നത് ഇന്റർനെറ്റ് ബാൻഡ് വിത്ത് ലോ ആയതുകൊണ്ട് എനിക്ക് ഇന്റർനെറ്റ് കറക്റ്റ് കിട്ടുന്നില്ല. അതുപോലെ ഇമോഷണൽ ബാൻഡ് വിത്ത് താഴെ കറികളെല്ലാം സജന മ്യൂട്ട് ചെയ്യണേ. ഇമോഷണൽ ബാൻഡ് വിത്ത് ഉണ്ട്. ഇമോഷണൽ ബാൻഡ് വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും അല്ല, ചില ദിവസം വളരെ ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ കുറേ ഓവർലോഡഡ് മൈൻഡിൽ കിടക്കും, കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ സ്ട്രെസ് ഉണ്ടാവും. സ്ട്രെസ് വരും. ഇപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ ചെയ്ത് തീർക്കുന്നു, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ടയേർഡ് ആവുന്നു, അല്ലെങ്കിൽ വേറെ ആൾക്കാർ കയറി വരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുമിച്ചാവുമ്പോൾ ഓവർവീംഡ് ആവുന്ന സമയത്ത് ഇമോഷണൽ ബാൻഡ് വിത്ത് ലോ ആകും. നെറ്റ് കിട്ടുന്നില്ല എന്ന് പറയില്ലേ, ഇന്റർനെറ്റ് ബാൻഡ് വിത്ത് ലോ ആകുമ്പോൾ നമുക്ക് പ്രോപ്പർ നെറ്റ് കിട്ടൂല. അതുപോലെ ഇമോഷണൽ ബാൻഡ് വിത്ത് ലോ ആകുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ എനർജി ലീക്കേജ്, ടോട്ടലി മെന്റൽ എനർജി, ഇമോഷണൽ എനർജി പോകും. അതുപോലെ നെർവസ് സിസ്റ്റം റെഗുലേറ്റഡ് ആകും നമ്മൾ നോ പറയാൻ തുടങ്ങി. നമുക്ക് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഇന്നർ സേഫ്റ്റി, ഇന്നർ സേഫ്റ്റി ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. ഇത്രയല്ലേ ഉള്ളൂ. അപ്പം ഇത്രയും നമുക്ക് ചെയ്ത് തീർക്കണം. അത് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റും. ആക്ച്വലി നോ പറയുന്നത് നിങ്ങളുടെ ഇന്നർ സിസ്റ്റത്തിനോട് പറയുന്ന ഒരു സെന്റൻസ് ഇതാണ്. നോ പറയും, ഐ വാല്യൂ മൈ എനർജി, ഐ ആം സേഫ് ടു ചൂസ് മൈസെൽഫ്. ഐ വാല്യൂ മൈ എനർജി, ഐ ആം സേഫ് ടു ചൂസ് മൈസെൽഫ്. അത് നമ്മൾ അറിയാം. നമ്മുടെ ഇന്നർ കോറിനോട് സംസാരിക്കുന്ന ഒരു ഭാഷ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാത്തിനും എനർജി ആവശ്യമാണ്. നമ്മൾക്ക് ഇപ്പോൾ ഗ്രോത്തിന് എനർജി ആവശ്യമാണ്, അബൻഡൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനർജി വേണം, ക്ലാരിറ്റി നീഡ്സ് എനർജി, ഹീലിംഗ് നീഡ്സ് എനർജി. ഇപ്പം ഇതെല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആണ്. അപ്പം ഈ ആക്ച്വലി ഈ എനർജി എല്ലാം ഇപ്പം അബൻഡൻസിൻ്റെ എനർജി, ക്ലാരിറ്റിയുടെ എനർജി ഇതെല്ലാം സ്കാറ്റേഡ് ആയിട്ടാണ് കിടക്കുന്നത്. സ്കാറ്റേഡ്. സിമ്പിളി പറയാം, കാശുണ്ടാക്കണോ, നമുക്ക് അബൻഡൻസിൻ്റെ എനർജി വേണം. ആ എനർജി പലയിടത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളെ എനർജി കുറച്ചുകൂടെ സിമ്പിളാക്കി ഞാൻ പറയുകയാണെങ്കിൽ, ലൈഫ് എനർജി ലൈക്ക് എ ബാറ്ററി പവർ. ഒരു ബാറ്ററി യൂസ് ചെയ്യുന്ന പോലെയാണ്. സേ യെസ് ടു എവറിത്തിങ്. എന്ത് ചെയ്യും? നമ്മുടെ ആപ്പ്, പിന്നെ നമ്മുടെ ബ്രെയിൻ എടുക്കുക അല്ലെങ്കിൽ മൈൻഡ് എടുക്കുക, അതിൻ്റെ പവർ കുറഞ്ഞു പോകും.
എല്ലാത്തിനും യെസ് പറയുമ്പോൾ പെട്ടെന്ന് ഡ്രെയിൻഡ് ആവും. ബാറ്ററി ഫോൺ എപ്പോഴും പെട്ടെന്ന് ഡ്രെയിൻഡായി ചാർജ് ഓഫ് ആവുമെന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ഡ്രെയിൻഡായി നമ്മുടെ എനർജി നഷ്ടപ്പെടും. സേ നോ ആണെങ്കിൽ നമ്മളെ ഇതിൽ കിടക്കുന്ന അൺനെസസറി ആപ്പുകൾ ഉണ്ടല്ലോ, ഈ മൊബൈലിൽ കിടക്കുന്ന അൺനെസസറി ആപ്പുകൾ, നോ പറയുന്നിടത്ത് ഈ ആപ്പുകളൊന്നും വർക്ക് ആകത്തില്ല, എല്ലാം ക്ലോസ് ആവും. അതുകൊണ്ട് ആ ക്ലോസ് ആവുന്നതുകൊണ്ട് തന്നെ ബാറ്ററി കൂടുതൽ നേരം നിൽക്കും. യെസ് പറയുമ്പോൾ അൺവാണ്ടഡ് ആപ്പ് എല്ലാം ഓപ്പൺ ആവും. ഈ മൊബൈലുള്ള ആപ്പ് ഒരു 10-15 ആപ്പുള്ളൊരു മൊബൈൽ സങ്കല്പിക്കുക. അതേപോലെ നമ്മുടെ ബ്രെയിനിൽ കുറേ ആപ്പുകൾ. കാരണം ഇപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കൊന്ന് കാണാം കേട്ടോ, ഒരു മണിക്ക് എന്തായാലും എനിക്ക് സമയം തന്നേ പറ്റുള്ളൂ, 1 മണിക്കൂർ തരണം. എനിക്ക് നോ പറയാൻ യെസ് പറഞ്ഞു. എനിക്ക് 3 അപ്പോയിൻമെൻ്റ് ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ യെസ് പറഞ്ഞു. അപ്പോൾ 4 എണ്ണമായി. ദെൻ ഫാമിലി പറഞ്ഞ് വൈകുന്നേരം 1/2 മണിക്കൂർ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അവിടെ പോകണേ 1 മണിക്കൂർ, അവിടെയും ഞാൻ യെസ് പറഞ്ഞു. പിന്നെ പറയുന്നു, എൻ്റെ ഒരു 2 സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, മാം എനിക്കൊന്ന് പേഴ്സണലി സംസാരിക്കണം. ഞാൻ അവരോട് യെസ് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു ഓർഗനൈസേഷൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ഇരിക്കണം. ഞാൻ അവിടെ യെസ് പറഞ്ഞു. എൻ്റെ ടെക്നിക്കൽ ടീം പറയുന്നു മാഡം വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്, ഞാൻ അവിടെ യെസ് പറയുന്നു. എൻ്റെ ബ്രാൻഡിങ് ആക്ച്വലി എൻ്റെ ഡിജിറ്റൽ ടീം പറയുന്നു ഇന്ന് എന്തായാലും മീറ്റിംഗ് ആണ്, ഞാൻ അവിടെ യെസ് പറയുന്നു. അപ്പോൾ എൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് രേഷ്മ പറഞ്ഞു മാഡം എന്ത് വന്നാലും ഈ അടുത്ത 1 മണിക്കൂർ ഞാനായിട്ട് സംസാരിച്ചിട്ട് ഞാൻ അവിടെ യെസ് പറയുന്നു. അപ്പോൾ 10 കാര്യങ്ങൾ സംസാരിച്ച 10 ആപ്പ് എൻ്റെ തലയിൽ ഓപ്പൺ ആവും, മൊത്തത്തിൽ ആപ്പാവും. അങ്ങനെ ചിന്തിക്കണം. മൊബൈലിൽ ആപ്പ് ഓപ്പൺ ആവുന്നത് പോലെ 10 ആപ്പ് എൻ്റെ തലയിൽ ഓണായി. ടോട്ടലി ഈ എനർജി, ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ എൻ്റെ എനർജി പോകും, ഒന്നും ചെയ്യാതെ. ഇനി ഞാൻ ആവശ്യമുള്ളിടത്ത് മാത്രമേ ഒരു 4 എണ്ണം സെലക്ട് ചെയ്ത് ഞാൻ ബാക്കിയുള്ളിടത്ത് നോ പറഞ്ഞെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള ആപ്പെല്ലാം ക്ലോസ് ആവും. ചിലപ്പോൾ അത് വേടൊരിക്കും, പക്ഷെ അത് പ്രയോറിറ്റൈസ് ചെയ്യണം. നാളെ, ഇന്ന് പറ്റില്ല, നാളെ, അങ്ങനെ. ഇനി ഒരിക്കലും പറ്റാത്ത 1-2 കേസ് ഉണ്ടെങ്കിൽ സോറി, എനിക്ക് ഈ ഒരു മാസം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ അറിയിക്കാം, ഞാൻ മെസ്സേജ് ചെയ്യാം, പറയാം. സോ എവരി അൺനെസസറി യെസ് സ്റ്റീൽ എനർജി ഫ്രം യുവർ ഫ്യൂച്ചർ സെൽഫ്. നിങ്ങൾ ആകേണ്ട ആളിൻ്റെ എനർജിയാണ് വലിച്ചെടുക്കുന്നത്. നിങ്ങൾ ആരോ ആയി തീർന്നേനെ ഇത് നിങ്ങൾ അവിടെ നോ പറഞ്ഞെങ്കിൽ. നിങ്ങൾ ആരോ ആകേണ്ടതാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിന്റെ കംപ്ലീറ്റ് എനർജി സ്ക്യൂസ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഈ ഓരോ യെസ്സും. രണ്ടാമത്തെ പോയിന്റ്, നോ ബിൽഡ് സെൽഫ് റെസ്പെക്ട്. ഓരോ നോയും നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കൂട്ടും. ദ ഗിഫ്റ്റ് ഓഫ് ഇംപെർഫെക്ഷൻ, അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് എടുത്തത്. അതായത് നമുക്ക് പ്ലീസിങ് ഈസ് ഫിയർ നോട്ട് കൈൻഡ്നെസ്. ആക്ച്വലി നിങ്ങൾ ഒരാളെ പ്ലീസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ പേടി കൊണ്ടാണ്. അയാളോടുള്ള അപാരമായ സ്നേഹമോ അല്ലെങ്കിൽ ദയോ കാരുണ്യമോ അല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ഫിയർ കൊണ്ടാണ് നിങ്ങൾ പ്ലീസ് ചെയ്യുന്നത്. എവരി നോ ടു അതേഴ്സ് ഈസ് ടു യെസ് ടു യുവർ വർത്ത്. മറ്റുള്ളവർക്ക് പറയുന്ന ഓരോ നോയും നിങ്ങളോട് പറയുന്ന, നിങ്ങളുടെ സെൽഫ് വർത്തിനോട് പറയുന്ന യെസ് ആണ്. യഥാർത്ഥ സെൽഫ് ലവ് എന്താണെന്നറിയാമോ? യഥാർത്ഥ കോർ സെൽഫ് ലവ് സെറ്റിംഗ് ബൗണ്ടറി. ബൗണ്ടറി സെറ്റ് ചെയ്യലാണ് യഥാർത്ഥ സെൽഫ് ലവ്. മിറർ ടോക്കിംഗ് അല്ല. യഥാർത്ഥ സെൽഫ് ലവ് എന്ന് വെച്ചാൽ സെറ്റിംഗ് ബൗണ്ടറിയാണ്. സെറ്റിംഗ് ബൗണ്ടറി. സെൽഫ് റെസ്പെക്ട് ഗ്രോ വെൻ യു ഓണർ യുവർ ലിമിറ്റ്. അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എനിക്ക് പറ്റും, അതാണ് എൻ്റെ ലിമിറ്റ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ യെസ് പറഞ്ഞു പറ്റില്ല. അവിടെ നമ്മൾ നോ പറയുന്നിടത്ത് നമ്മുടെ സെൽഫ് റെസ്പെക്ട് കൂടും. നോ പറയാൻ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഓതന്റിസിറ്റി അല്ലെങ്കിൽ ഓതന്റിക് അല്ലാത്ത രീതിയിൽ നിങ്ങൾ അപ്രൂവൽ കൊടുക്കുകയാണ് വേറൊരാൾക്ക്. സോ നോ ബിൽഡ് സെൽഫ് റെസ്പെക്ട്. ഓരോ നോയും നിങ്ങൾക്ക് കൊടുക്കുന്ന സെൽഫ് വർത്താണ്. പോയിന്റ് നമ്പർ 3, നോ ഹീൽസ് ഇമോഷണൽ എക്സോഷൻ. ഓരോ നോയും ഇമോഷണൽ എക്സോഷൻ കുറയ്ക്കും അല്ലെങ്കിൽ ഹീൽ ചെയ്യും. നമ്മൾ അറിയാതെ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. ആക്ച്വലി ഈ ബേൺ ഔട്ട് ഉണ്ടാകുന്ന ഓവർ ഗിവിംഗ് നിന്നാണ്, നോട്ട് ഫ്രം ലാക്ക് ഓഫ് സ്ട്രെങ്ത്. എല്ലാവരും സ്ട്രോങ്, ഈ എക്സോസ്റ്റഡ് ആകുന്നവർക്ക് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, അവർ സ്ട്രോങ് ആണ്, പക്ഷെ അവർ ഓവർ ഗിവ് ചെയ്യുന്നുണ്ടാണ്. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ നോ പറയാതെ യെസ് പറയും. യെസ് പറഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഇമോഷണലി അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു വെച്ചാൽ ആദ്യം കുറേ സമയം ചെയ്യും,
വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കും. അതവർ പാറ്റേൺ ആക്കി അവർ അപ്ലൈ ചെയ്യും നമ്മുടെ അടുത്ത്. നമ്മളും അത് റിസീവ് ചെയ്യുന്ന ഒരു പാറ്റേണായി നമുക്ക് ഓൾറെഡി മാറിയിട്ടുണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുകയും ചെയ്യും, പക്ഷെ അൺസ്പോക്കൺ റീസൺമെന്റ് ഉണ്ടാവും. ദാറ്റ് ഡ്രെയിൻ ദ നെർവ് സിസ്റ്റം. ബ്രെയിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അൺസ്പോക്കൺ റീസൺമെന്റ്, പറയാൻ പറ്റത്തില്ല, പറയാത്ത ഉള്ളിൽ വെച്ചിരിക്കുന്ന നീരസം നമ്മൾക്കുണ്ടാക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ആക്ച്വലി അത് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ഇത്രയും കാലത്തിനിടയിൽ വർഷങ്ങളായിട്ട് നല്ല കപ്പിൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു റീസൺ ആയിരിക്കും, പക്ഷെ അവർ അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പോകുന്നുണ്ടാവും. ചില വളരെ നല്ല ആൾക്കാർ ഞാൻ എനിക്കിങ്ങനെ അതിശയിച്ച് നോക്കിയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫുമാരെ കണ്ടിട്ടുണ്ട്. സ്നേഹത്തിന് ഓൺലി 2%, വളരെ സിൻസിയർ, വളരെ ഇതായിട്ടുള്ള ആൾക്കാർ. അല്ലാത്തവർ വരാറുണ്ട്. ഈ അൺസ്പോക്കൺ റീസൺമെന്റ്, വർഷങ്ങളായി പറയാത്ത കുറേ കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് അത് ഇഷ്യൂ ആയിട്ട് അത് പിന്നീട് ലൈഫിനെ ഇമോഷണലി ഡ്രെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്, ഇമോഷണൽ എക്സോഷൻ ആയിട്ട് വരാറുണ്ട്. അൺസ്പോക്കൺ റീസൺമെന്റ് അത് നമ്മുടെ ഫിസിക്കലി സൈക്കോസോമാറ്റിക് ഡിസീസിലേക്കൊക്കെ പോകാം. അപ്പോൾ ബൗണ്ടറീസ് കാം ആങ്സൈറ്റി. നമ്മൾ ആങ്സൈറ്റി, ഇമോഷണലി നമ്മൾ എക്സോസ്റ്റഡ് ആകാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് ബൗണ്ടറി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാംനെസ് ഉണ്ട്. പെട്ടെന്നൊരു ആങ്സൈറ്റി എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകും. ആങ്സൈറ്റി ഉണ്ടാവില്ല. ആ സിറ്റുവേഷൻ നമ്മൾ നോ പറഞ്ഞ് ഒതുക്കിയിരിക്കുകയാണ്. ഈ ഇമോഷണൽ സേഫ്റ്റി സ്റ്റാർട്ട്സ് വിത്ത് ലിമിറ്റ്സ്. അതായത് നമ്മൾ ഈ പറയാറില്ലേ, നമ്മൾ ഓരോ കാര്യങ്ങളെ ലിമിറ്റ് ചെയ്യുന്നിടത്താണ് നമ്മുടെ ഇമോഷണൽ സേഫ്റ്റി. നമ്മൾ ലിമിറ്റ് ചെയ്യുന്നില്ല, ബൗണ്ടറി ഇടുന്നില്ല, നോ പറയുന്നില്ല എങ്കിൽ ഇമോഷണലി നമ്മൾ ഒരിക്കലും സേഫ് ആവില്ല. എല്ലാവരുടെ കാര്യങ്ങളും ചെന്ന് തലയിട്ട് കൊടുത്ത് എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്ത് എല്ലാവരുടെയും നമുക്ക് കയ്യിൽ നിന്ന് വാങ്ങി അവസാനം തിരിച്ചു കിട്ടുന്നത് എന്താണ്? നമ്മളൊന്നും ഇനിയിപ്പോൾ ഈവൻ ചെയ്താൽ തന്നെ ഒന്നും കിട്ടുമെന്നും പറഞ്ഞ് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാതിരിക്കലാണ് നല്ലത്. നമുക്ക് ചെയ്യേണ്ട കാര്യം സമയം കിട്ടുമ്പോൾ ചെയ്യുക. ബട്ട് പ്രയോറിറ്റൈസ് യു ആർ ദ മോസ്റ്റ് പവർഫുൾ, മോസ്റ്റ് എന്താ പറയേണ്ടത്, നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോക്കാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് മന്ദസായി മര്യാദയ്ക്ക് സാമ്പത്തികമായിട്ടും സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടും നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇതാണ് ബിഗിനിങ്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, യുവർ ഇമോഷൻ, യുവർ ഹെൽത്ത്, യുവർ ടൈം, യുവർ എനർജി. ഇതിനെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നിടത്ത് മാത്രമേ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ എന്ത് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തതുകൊണ്ടോ, എത്ര അഫർമേഷൻ പറഞ്ഞതുകൊണ്ടോ, എത്ര വിഷ്വലൈസേഷൻ ചെയ്തതുകൊണ്ടോ, എത്ര മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ടോ, ആ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആയിരിക്കും. പക്ഷേ പിന്നെ നിങ്ങൾ ഓവർവീംഡ് ആകും. നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഇഫ് യു വാണ്ട് ടു പ്രൊട്ടക്ട് യുവർ ലൈഫ്, പ്രൊട്ടക്ട് യുവർ എനർജി ഫസ്റ്റ്. ലൈഫ് എനർജി ടോട്ടലി നിങ്ങളെ സേഫ് ആക്കി വെക്കുക. ഇമോഷണൽ സേഫ്റ്റിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ബൗണ്ടറീസ് ആർ ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ഐ ക്യാൻ ലവ് യു ആൻഡ് മൈ സെൽഫ്. നമ്മൾ ഒരാളോട് ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾ ദൂരെ നിൽക്കുക എന്നുള്ള, ഞാനൊരു വലിയ അയൺ ബ്രിഡ്ജ് കെട്ടി ഞാൻ സേഫായി ഇരിക്കുന്നു എന്നല്ല അർത്ഥം. ഒരു സേഫ് ഡിസ്റ്റൻസ്. അവിടെ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും ആൻഡ് എനിക്ക് എന്നെയും സ്നേഹിക്കാൻ കഴിയും. ഇത് രണ്ടും ആരോഗ്യകരമായ റിലേഷൻ കൊണ്ടുപോയാൽ മാത്രമാണ് എനിക്ക് യൂണിവേഴ്സും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ആളുകളോടത്തുള്ള എനിക്ക് സ്നേഹം കാണിക്കണമെങ്കിൽ എനിക്ക് എന്നെ സ്നേഹിക്കാനും കൺസിഡർ ചെയ്യാനും കഴിയണം. അത് കൺസിഡർ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ തങ്ങളിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഉള്ള ഡിസ്റ്റൻസ് ഉള്ളത് നല്ലതല്ലേ? ആ രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയണം. ആ രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയണം. ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. ഒറ്റ സെക്കൻഡ്, ഒറ്റ മിനിറ്റ്. എൻ്റെ 2 സ്റ്റുഡൻസ് ഇന്ന് മാരിയോട്ടിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 9:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അവരുടെ മെസ്സേജസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇൻ ബിറ്റ്വീൻ എടുത്തത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് ഇമോഷണലി നമ്മൾ എങ്ങനെയാണ് ഇമോഷണൽ എക്സോഷനിൽ നിന്ന് ഹീൽ ആകാൻ നോ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്പർ 4, നോ ക്രിയേറ്റ് പേഴ്സണൽ പവർ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു ഇൻസൈറ്റ് ആണ്.
ഈ പറഞ്ഞ നോ ക്രിയേറ്റ് പേഴ്സണൽ പവർ. ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ ആക്ട് ഫ്രം വാല്യൂ നോട്ട് പ്രഷർ. ലൈഫിൽ സക്സസ് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാവരും വാല്യൂലാണ് വർക്ക് ചെയ്യുന്നത്. വാല്യൂ എന്ന് വെച്ചാൽ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ആൻഡ് പ്രയോറിറ്റൈസ്, അതാണ് വാല്യൂ. ഓണസ്റ്റി അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇൻറ്റഗ്രിറ്റി, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ വാല്യൂ. ബട്ട് എ പേഴ്സണൽ വാല്യൂ ഇറ്റ്സ് എ കോമൺ വാല്യൂ, നമുക്ക് എല്ലാവർക്കും വേണ്ട വാല്യൂ ആണ്. പക്ഷെ പേഴ്സണൽ വാല്യൂ വാട്ട് ഐ പ്രിഫർ മൈസെൽഫ്, ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതാണ് എൻ്റെ വാല്യൂ. അപ്പോൾ ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത് അവരൊരിക്കലും പ്രഷറിൽ നിന്നുണ്ടല്ലോ പറയുന്നത്. നിങ്ങളുടെ വാല്യൂവിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ആരാകണമോ അവിടെ എത്താൻ പറ്റും. വാല്യൂവിൽ നിന്ന് വർക്ക് ചെയ്യണമെങ്കിൽ പലപ്പോഴും ഈ ഗോളും ഡ്രീമും വാല്യൂ ആയിട്ട് മിസ്മാച്ച് ആവും, മിസ് അലൈൻമെൻറ്റ് വരുന്നതുകൊണ്ടാണ് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്തത്. എയ്തർ വി ചേഞ്ച് അവർ വാല്യൂ ഓർ വി നീഡ് ടു ചേഞ്ച്, വി ഫോഴ്സ് ടു ചേഞ്ച് അവർ ഗോൾ ഓർ ഡ്രീം. അത് പിന്നെ ഒരു അവസരത്തിൽ അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇത് പറയാം വേറൊരു സെഷനിൽ. ഈ ആക്ച്വലി സേയിങ് നോ എന്ന് പറയുന്നത് പ്രോ ആക്റ്റീവ് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് നമ്മുടെ ഒരു സെൽഫ് ലീഡർഷിപ്പിനെ നമ്മൾ കുറച്ചുകൂടെ മുന്നേ കണ്ടുകൊണ്ട് നമ്മൾ പറയലാണ് സേയിങ് നോ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ വാല്യൂ ഗൈഡ് അവർ ഡിസിഷൻസ്, നോട്ട് ഗിൽറ്റ്. ഇപ്പം നമ്മുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക്, ഇൻഫാക്ട് ചില ആൾക്കാർക്ക് പ്ലീസിങ് അതേഴ്സ് അവരുടെ പ്രൈമറി വാല്യൂ ആയി പോകും. അപ്പൊ അത് അങ്ങനെയുള്ളവർക്ക് നോ പറഞ്ഞാൽ ഭയങ്കര ഗിൽറ്റാണ്. പക്ഷേ പ്യുവർ വാല്യൂ ഇപ്പം നമ്മുടെ ലൈഫിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മളുടെ വാല്യൂ മേ ബി നമ്മളുടെ ഫ്രീഡം ആയിരിക്കാം ഒരു വാല്യൂ. ഫ്രീഡം ആയി മണി വാല്യൂ ആകാം, റിലേഷൻഷിപ്പ് വാല്യൂ ആകാം, സക്സസ് വാല്യൂ ആകാം, ലിബറേഷൻ വാല്യൂ ആകാം. ഇതൊക്കെ നമ്മുടെ വാല്യൂ ആകാം, നമ്മളുടെ കോർ വാല്യൂ ആകാം. അപ്പോൾ ആ വാല്യൂവിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഗിൽട്ടില്ലാതെ നമുക്ക് നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റും. ആക്ച്വലി അവിടെ ഒരു നോർമലി പറയും ഡിസിപ്ലിൻ ആകുക. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കോൺഷ്യസ് ചോയ്സായി മാറും. അവിടെ ഒരു പ്രഷറേ ഇല്ല. അപ്പോൾ പേഴ്സണൽ പവർ കിട്ടാൻ നോ പറയുന്നത് നല്ലതാണ്. നോ പറയണം എന്നാണ് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സക്സസ്ഫുൾ ആൻഡ് വെരി സക്സസ്ഫുൾ പീപ്പിൾ ഈസ് വാട്ട് ദേ സേ നോ ടു. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും വെരി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്, വെരി സക്സസ്ഫുൾ പീപ്പിൾ നോ പറയും. ഇവിടെ ഫെയിലിയർ പോലും പറയുന്നില്ല, ഒരു ആവറേജ് ഇല്ല, ഫെയിലിയർ ഇല്ല. ശ്രദ്ധിച്ചാൽ അറിയാം അല്ലേ? സക്സസ്ഫുൾ ആൻഡ് വെരി സക്സസ്ഫുൾ പീപ്പിൾ അവർ തങ്ങളുടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് നോ പറയലാണ്. നമ്പർ 5, നോ ഫ്രീസ് യു ഫ്രം ഗിൽറ്റ് ആൻഡ് മാനിപ്പുലേഷൻ. നമ്മൾ നോ പറയുന്നത് കൊണ്ട് ഗിൽറ്റും മാനിപ്പുലേഷനും അത് നമ്മൾ ആക്ച്വലി അതിൽ നമ്മൾ എന്നേക്കുമായി ഫ്രീ ആകുകയാണ് ചെയ്യുന്നത്. വെൻ ഐ സേ നോ, ആക്ച്വലി ചില ആൾക്കാർ പറയും നോ പറയുമ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട്. അപ്പം ഇൻഫാക്റ്റ് ഗിൽറ്റ് എന്ന് പറയുന്നത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ്. കുട്ടിക്കാലത്ത് നമ്മൾ ജനിച്ച ഒരു കുട്ടിക്ക് ഗിൽറ്റൊന്നും ഇല്ല. നമ്മളെ ചുറ്റുപാട് നമുക്ക് തന്ന സാധനമാണ് ഈ ഗിൽറ്റ്. അങ്ങനെ പറയണം, പറഞ്ഞില്ലെങ്കിൽ തെറ്റാണെങ്കിൽ അയ്യോ ഞാൻ തെറ്റ് ചെയ്തു, ഗിൽറ്റ്. അങ്ങനെ ബിഹേവ് ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണ്, അയ്യോ ഞാൻ തെറ്റ് ചെയ്തു. ഈ രീതിയിലേക്ക് ഞാൻ ആക്ട് ചെയ്യണം, ഞാൻ ആക്ട് ചെയ്തില്ലെങ്കിൽ നീ തെറ്റ് ചെയ്തു, ഗിൽറ്റ്. ഇങ്ങനെ വന്ന ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ് ഗിൽറ്റ് എന്നൊക്കെ പറയുന്ന കാര്യം. ഇറ്റ്സ് നോട്ട് ട്രൂത്ത്. ഇത് കോർ സാധനമാണ് ഗിൽറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ യൂറോപ്പിലുള്ള ഒരാൾക്കും അത് ഗിൽറ്റ്, നമ്മൾ ഗിൽറ്റ് അടിക്കുന്ന സാധനം അവർക്കും ഗിൽറ്റ് അടിക്കണം. അവർക്കൊരിക്കലും ഗിൽറ്റ് അടിക്കത്തില്ല, അറിയോ? അവരവരുടെ പേരൻസിൻ്റെ അടുത്ത് 12 വയസ്സുള്ള ഒരു കുട്ടിയെ പറയാണ് ഐ എം നോട്ട് കമ്മിങ് ബാക്ക് ടു ദിസ് ഈവനിങ്, ഐ വിൽ സ്പെൻഡ് ഡേ വിത്ത് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവർ സ്ട്രോങ് പറയും. അപ്പം ആ കുട്ടിക്കൊരു ഗിൽറ്റ് ഇല്ല. അപ്പം പാരന്റ് യെസ് പറയും. പക്ഷെ ഇവിടെയാണെങ്കിൽ അത് ഗിൽറ്റ്. അപ്പോൾ അത് പറയുന്ന ആ കൾച്ചറിന്റെ ഡിഫറൻസ്. അപ്പോൾ അവിടെ ഗിൽറ്റ് ഇല്ല, ഇവിടെ ഗിൽറ്റ് വരുന്നത് ലേൺഡ്, സമൂഹം നമ്മളെ പഠിപ്പിച്ച കാര്യം. ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പറയില്ലേ, ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു പെൺകുട്ടി ബോത്ത് രണ്ടാണെങ്കിൽ അവർ പറയണ ഈ അമ്മ ഈ പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടപ്പെടില്ല, അമ്മ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം. എന്താണ് നീ അമ്മയുടെ അടുത്ത് തർക്കുത്തരം പറയുന്നു? അല്ലെങ്കിൽ അച്ഛൻ ഒരു കാര്യം, അച്ഛൻ തെറ്റാണ് പറയുന്നത്, തെറ്റ് ചെയ്ത്. അപ്പോൾ കുട്ടി കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് ആ കാര്യത്തിൽ. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് കുറേയധികം കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ 9-10 വയസ്സുള്ള ഒരു കുട്ടി പറയാണ് അച്ഛാ അത് ശരിയല്ല അച്ഛാ. അപ്പോൾ അമ്മ
അടുക്കളയിൽ നിന്നിട്ട് പറയും, ആരോടാടാ നീ സംസാരിക്കുന്നതെന്ന് അറിയാമോ? കാരണം അമ്മ പഠിച്ചുകൊണ്ട് വന്ന എന്താണ്, അച്ഛൻ ഭർത്താവ് പറയുന്നത് ഒന്നും എതിര് പറയരുത്, അവർ കേട്ടു വന്ന അച്ഛൻ പറയുന്നത് എന്താണോ അത് ശരിയാണ്, തെറ്റാണെങ്കിലും ശരിയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. നീ ആരോടാണ് തർക്കുത്തരം പറയുന്നത് അറിയാവോ? അപ്പം കൊച്ചു പയ്യൻ അവിടെ എന്ന് പറയും, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്, അമ്മയുടെ കയ്യിലുണ്ട് മിസ്റ്റേക്ക്, അമ്മ ഇത് കറക്റ്റ് ചെയ്യണം. ആഹാ, നീ ഇത്രയ്ക്കായിപ്പോയത്, നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല, ഞാൻ വരുന്നുണ്ട് നിന്റെ ടീച്ചറിനെ കാണാൻ, ഞാൻ ഇതാണോ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് ചോദിക്കാം, ടീച്ചറിന് ഇട്ട് കിട്ടും, എല്ലാവർക്കും ഇട്ട് കിട്ടും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് ഒരു നിമിഷം പോസ് ചെയ്ത് കേട്ടാൽ എത്ര നല്ലതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ശരിയാണ് മോനെ, നീ പറഞ്ഞ കറക്റ്റാണ്, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ, ഐ എം സോറി കേട്ടോ. കുട്ടികളുടെ അടുത്ത് സോറി പറയുന്നത് വളരെ നല്ല ക്വാളിറ്റിയാണ്. നമ്മളെ ഈഗോ അനുവദിക്കത്തില്ല. ഐ ആം സൂപ്പർ പവർ. അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ഇറ്റ്സ് അൾട്ടിമേറ്റ്. സോ നിങ്ങളെല്ലാവരും, കുട്ടികളായ നിങ്ങൾ ഇതെല്ലാം കേട്ട്, അത് പണ്ട്, ഇപ്പം നമ്മൾ ഇനി ആ തരത്തിലുള്ള ഒരു അപ്രോച്ചും കൊണ്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നാട്ടിലുള്ള ഈ എന്താ പറയണ്ട, ഈ സർക്കാരിൻ്റെ ഓൾഡ് ഏജ് ഹോമിൽ പോലും അഡ്മിഷൻ കിട്ടൂല. കാരണം നമ്മൾ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾ പറയും കൊടുക്കരുത്, നിങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ തന്നെ വില്ലന്മാരായി നിൽക്കും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. കാലമൊക്കെ ഒരുപാട് മാറി. സോ വി നീഡ് ടു ചേഞ്ച്. ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എല്ലായിടത്തും ദൂരെ കളയണം. ഇറ്റ്സ് നോ ലോങ്ങർ സെർവസ്. മാത്രമല്ല നമുക്കതൊരു പണി കിട്ടും ഇനിയുള്ള കാലങ്ങളിൽ. ഓക്കെ. സോ ഹെൽത്തി നോ റിമൂവ്സ് ഇമോഷണൽ മാനിപ്പുലേഷൻ. നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന എന്ന് വെച്ചാൽ, ഒരാളൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് അടുത്ത വീട്ടിൽ പുതിയൊരു, ഇപ്പോൾ സ്ത്രീകളുടെ എക്സാമ്പിൾ പറയാം, കുറച്ചുകൂടെ കണക്ട് ചെയ്യും. മണി പറയാം, അല്ലെങ്കിൽ മണിയുടെ എക്സാമ്പിൾ പറയാം. അപ്പം നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, കുറച്ച് പൈസയുണ്ട്. അപ്പുറത്തെ വീട്ടിലെ നൈബർ ചേച്ചി വന്ന് ചോദിക്കുകയാണ്, എനിക്ക് ഒരു 2 ഡേയ്സിലേക്ക് മതി, എനിക്ക് ആ പൈസ ഒന്ന് തരാമോ? പൈസ ഉണ്ടെന്ന് അവർക്കും അറിയാം. എനിക്കൊന്ന് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പം പുള്ളിക്കാരി നോ പറയാമെന്ന് വിചാരിക്കും, പക്ഷെ നോ പറഞ്ഞേ പറ്റുള്ളൂ, വേറെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് അറിഞ്ഞാൽ വഴക്കുറയും. ഹസ്ബൻഡ് അറിയാതെ വന്നാൽ മതി, അണ്ണൻ വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ചേട്ടൻ വരുന്നതിന് മുമ്പേ തിരിച്ച് ഞാൻ തരാം, 2 ഡേയ്സ് അല്ലേ ഉള്ളൂ, ഞാൻ തരാം. അപ്പോൾ ഇവരിങ്ങനെ കൺഫ്യൂഷനാണ്. ഞാൻ നോ പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ പൈസ ഉണ്ടെന്ന് അറിയാം, ഇവർ ഈ നാട്ടുകാരത്ത് എല്ലായിടത്തും പറയും, പിന്നെ വേണമെങ്കിൽ അടുത്ത ഈ നഗരകാലത്ത് മൊത്തം പറയും, ഞാൻ ഇത്രയും കാലം ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആവും, എന്നെ ഒരു ദുഷ്ടത്തിയുടെ ചിത്രീ. ഇതാണ് ഇമോഷണൽ മാനിപ്പുലേഷൻ. കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടും, എന്നിട്ട് എന്ത് ചെയ്യും, അവസാനം നോയും പറയൂല, ഇമോഷണലി മാനിപ്പുലേറ്റഡ് ആവുകയും ചെയ്യും. നമ്മൾ നോ പറയത്തുമില്ല, ടോട്ടലി നമ്മൾ കൊളാപ്സ് ആവുകയും ചെയ്യും. അസർട്ടീവ്നെസ് ഈസ് ഇമോഷണൽ മെച്യൂരിറ്റി. നോ പറയേണ്ടത് നോ പറയുന്നത്, അസർട്ടീവ് ആകുക എന്ന് പറയുന്നതാണ് ഇമോഷണൽ മെച്യൂരിറ്റി. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഐ ഹാവ് ദ റൈറ്റ് ടു സേ നോ വിത്തൗട്ട് എക്സ്പ്ലെയിനിങ്. നമ്മൾ എന്താണ് നോ പറഞ്ഞിട്ടൊരു എക്സ്പ്ലനേഷൻ, അയ്യോ ഞാൻ തരാമായിരുന്നു പക്ഷെ ഇങ്ങനെ, പിന്നെ ഒരു പാരഗ്രാഫ് ഒരു സ്റ്റോറി അവിടെ പറയും, ഒന്നും പറയണ്ട. ചില സിറ്റുവേഷൻ നീഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ എനിക്കത് പറ്റത്തില്ല, പിന്നെ ഒരിക്കലാകാം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അൺവാണ്ടഡ് എക്സ്പ്ലനേഷൻ കൊടുക്കുക ചെയ്യരുത്. ഏറ്റവും നല്ല അസർട്ടീവായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞ നോ ഇല്ല, അത് ശരിയാകത്തില്ല. നോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ല, അത് ശരിയാകത്തില്ല. നമുക്ക് കൈൻഡായിട്ടൊക്കെ പറയും, ബ്യൂട്ടിഫിക്കേഷൻ വരുത്താം. നോയ്ക്ക് നിങ്ങൾക്ക് ബ്യൂട്ടിഫിക്കേഷൻ വരുത്താം, പക്ഷെ അത് നമ്മുടെ വീക്ക്നെസ് കയറ്റിപ്പിടിച്ച് ബ്യൂട്ടിഫൈ ചെയ്യരുത്. എങ്ങനെയും നിങ്ങൾക്ക് നോ പറയാൻ ഒരു ചാൻസ് ഞാൻ തരികയാണ് എല്ലാവരുമായിട്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കണക്റ്റഡ് ആണ്. പക്ഷേ ഇപ്പം മാം പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ നോ പറയുമ്പോൾ പുള്ളിക്ക് പണ്ടൊക്കെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ഒരാളെ കാണാൻ പോണം, അല്ലെ അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ പുള്ളി വേഗം അത് ഇമോഷണലുമായിട്ട് കണക്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഹീൽ യുവർ ലൈഫിന് ശേഷം ഒരു നോ പറയുമ്പം അത് വളരെ മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ സക്സസ്ഫുൾ ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. താങ്ക് യു മാം. താങ്ക് യു. സന്ധ്യ. യെസ്. ഓക്കെ മാം, എന്നെ സംബന്ധിച്ചും നമ്മുടെ ഹീലിംഗ് പ്രോഗ്രാമിന് വന്നിട്ട് എനിക്ക് ഒരു പുതിയ തിരിച്ചറിവുമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് ജീവിതത്തെക്കുറിച്ച്. കുറെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി. പ്രത്യേകിച്ച് ഡിസംബറിൽ മാം അത് കണ്ടക്ട് ചെയ്തത് തീർച്ചയായിട്ടും മാത്രമല്ല ഞാൻ മറ്റ് ലൈഫ് കോച്ചിങ്ങിന്റെ സ്റ്റുഡന്റ് കൂടി ആയതുകൊണ്ട്
ഞാനൊരു പുതിയ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2026 തീരുമാനിച്ചിരിക്കുന്നതൊക്കെ എല്ലാം എനിക്കൊരു ബ്ലെസ്സിങ്ങും കണക്ഷനും തന്നു. അതിലൊക്കെ ഉപരി ഞാൻ ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നത് യൂണിവേഴ്സിനോട് ആണ്. കാരണം ആ ലാസ്റ്റ് മൊമെന്റില് ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് വന്ന ഒരു ചിന്തയാണ് എന്റെ മോളെ കൂടെ കൂട്ടിയാലോ എന്നുള്ളത്. അപ്പൊ മാമിനെ വിളിച്ചു, സ്ലോട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ രേഷ്മ മാമിനോട് എങ്ങനെയെങ്കിലും ഒരു സ്ലോട്ട് തരണം എന്ന് പറഞ്ഞു. എനിക്ക് സ്ലോട്ട് കിട്ടി. അവളെ കൊണ്ടുവരാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും വലിയ എന്റെ 2025 എന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അവളെ ലിസി മാമിന്റെ മുന്നിൽ എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, ജാൻസി ചേച്ചി പറഞ്ഞ പോലെ ഇനി ഏപ്രിലില് മാം എന്നാണ് ഡേറ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്റെ മകനെ പിന്നെ എന്റെ ടീമിലെ ഒരു 10 പേരോളം മാമിന്റെ ഹീലിംഗിന് വരാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അവര്. എന്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വരാനിരിക്കുകയാണ് അവര്. തീർച്ചയായിട്ടും ഇത് മാം ചെയ്യുന്നത് ഒരു പ്രോഗ്രാം എന്നതിലുപരി ഇത് മാഡം ഈ ലോകത്തിന് കൊടുക്കുന്ന ഒരു വലിയ സംഭാവനയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ടു ദ വേൾഡ്, ഈ ലോകത്തിന് കൊടുത്തിട്ട് പോകാൻ പറ്റിയ ഒരു വലിയ കാര്യമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇതെന്റെ ഞങ്ങളുടെ മിഷൻ എൻ്റെ ഒരു പവർഫുൾ വിഷനാണിത്. ഒത്തിരി പേരിലേക്ക് ഹീലിംഗ് എത്തിക്കുക, അതിലൂടെ ആ കുടുംബവും സമൂഹവും ഹീൽഡ് ആകുക. കാരണം ഐ വെൻ ത്രൂ ലോട്ട് ഓഫ് ഇഷ്യൂസ് ആൻഡ് ഈ പെയിനൊക്കെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ ഐ നോ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഹീൽഡ് മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും ഹീൽ ചെയ്യാത്ത ഒരു വ്യക്തിയുടെ ലൈഫ് എങ്ങനെ കയോസ് ആൻഡ് ഇഷ്യൂസിലേക്ക് പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ബോത്ത് ഓഫ് യു. താങ്ക് യു വൺസ് അഗെയിൻ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് വരാൻ പറ്റാത്തവര് നിങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും അത്. ആൻഡ് ഡിസംബറിനെ മാം കുറിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ മാം. യെസ്, ആക്ച്വലി ഞാനും ഹീലിംഗ് അറ്റൻഡ് ചെയ്ത ആളാണ്. എനിക്ക് ഒരു 15 വയസ്സ് മുതൽ, അതായത് SSLC ആ സമയം മുതൽ ഞാൻ ഹീലിയർ ലൈഫിലേക്ക് വരുന്ന അതിന്റെ തലേന്ന് വരെ ബ്ലോക്കായി കിടന്ന 2 കാര്യങ്ങൾ. ആ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. അത് രണ്ടും എനിക്ക് ഓപ്പണായി. താങ്ക് യു സോ മച്ച്. അതൊരു ഭയങ്കര സക്സസ്ഫുൾ ആയ ഒരു കാര്യമാണ്. പിന്നെ ഞാനും ഹസ്ബൻഡും ആണ് അറ്റൻഡ് ചെയ്തത്. അതിന്റെ എല്ലാ ഗുണങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. ഒന്നത്. പിന്നെ പേഴ്സണൽ ബ്രാൻഡിങ്, മാമിന്റെ ബുക്ക്, അതൊരു ഭയങ്കര ഒരു ഗിഫ്റ്റ് ആണ് മാം. ഒന്നും പറയാനില്ല. അതിലുള്ള കാര്യങ്ങൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് നമുക്ക്. ആ ഒരു ഒറ്റ ബുക്കേ ഞാൻ വായിച്ചിട്ടുള്ളൂ, മറ്റേത് നോക്കിയിട്ടില്ല. ആ ഒരു ഗിഫ്റ്റും കൂടെ നമുക്ക് അന്ന് കിട്ടി. പിന്നെ ഇനി അടുത്ത പ്രോഗ്രാമിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് വരാനുള്ള ഒരു തീരുമാനത്തിൽ വെച്ചിരിക്കുക. താങ്ക് യു സോ മച്ച്. എല്ലാരും കൂടെ വരാൻ. ഉറപ്പായിട്ടും. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. സോ മച്ച് ഫോർ ഷെയറിംഗ്. ഹായ് മാം. ഹായ്. മാം ഞാനൊന്ന് പറയട്ടെ, രശ്മിയാണ്. ഓക്കെ. എനിക്ക് ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്, ഞാൻ അവിടെ ഇപ്പം സിന്ധു എന്താ ജാൻസി മാം ഒക്കെ ഹസ്ബൻഡിനെയും മകനെയും ഒക്കെ കൂട്ടിപ്പോ എല്ലാരും മക്കളെ കൂട്ടി വരുമ്പോൾ ഞാൻ കരുതിയത് പറയാം, എന്റെ മോനെയും കൂടെ ഒന്ന് എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയണ ദൈവം, എന്താ ചെയ്യുക എന്റെ കുഞ്ഞൊന്ന് മാറാൻ. ഞാനിവിടെ അവിടെ ഹീലായപ്പോ എന്റെ വീട്ടിലാണ് മിറാക്കിൾ വരുന്നത്, എന്റെ മോന് മാറ്റം വന്നത്. ഭയങ്കര അത്ഭുതമാണ് എല്ലാവർക്കും. അതിന്റെ കാരണം ഞാൻ മാമിന് ഷെയർ ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു മിറാക്കിൾ എന്റെ ലൈഫിൽ സംഭവിച്ചത്. ഇതിലിപ്പോ ഒരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. അത്രയ്ക്ക് മാറ്റം. അതായത് എന്റെ വീട്ടിലാണ് അതിന്റെ ഒരു ഇത് കിട്ടിയത്. കൂടെ എന്റെ മകനില്ല, അവൻ വരൂല ഇതിലൊന്നും പങ്കെടുക്കാൻ. 12 വയസ്സാണ് ചെറിയ കുട്ടിയെ. പക്ഷെ അവന് വീട്ടിൽ അതിന്റെ ഒരു മാറ്റം വന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മുടെ അവിടെ ഹീലായി എന്നുള്ളൊരു തെളിവാണത്. ഞാൻ ഹീലായപ്പോ എന്റെ ഫാമിലിയിലുള്ള എന്റെ ഹസ്ബൻഡിനും എന്റെ മക്കൾക്കും എന്റെ മാറ്റം വന്നു, വീട്ടിലിരിക്കുന്നവർക്ക്. അപ്പോ ഞാൻ എന്താണ് ഇതിന് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എനിക്ക് കാണുന്നത് ശരിക്കും ഏഞ്ചലിനെ പോലെയാ. കാരണം ദൈവം നമുക്ക് മാലാഖമാരെ തരുന്നത് ഇതുപോലെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമ്മളുടെ എനർജി ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കാണ് ആദ്യം റിഫ്ലക്ട് ചെയ്യുന്നത്. വെൻ യു ഹീൽ യുവർ സെൽഫ്, യു ഹീൽ എൻറ്റയർ ഫാമിലി മെമ്പേഴ്സ്. നമ്മൾ എമിറ്റ് ചെയ്യുന്ന എനർജി ഡിഫറെൻ്റ് ആണ്. അതുവരെ നമ്മൾ എമിറ്റ് ചെയ്യുന്ന എനർജി അല്ല ഹീലിങ്ങിന് ശേഷം നമ്മളിൽ നിന്ന് പ്രസരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഡിസംബർ 15 മുതൽ ജനുവരി 15 വരെ ധനുമാസം വേദാന്ത പറയുന്നത് ഇറ്റ്സ് എ പവർഫുൾ മന്ത് ഫോർ ടേക്കിംഗ് ഡിസിഷൻ. അതുകൊണ്ടാണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ വന്നത്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപേ, അല്ലെങ്കിൽ എപ്പിക്സിൽ തന്നെ ഇതൊക്കെ പറയുന്നുണ്ട്. സോ ഐ ആം എ ഡീപ്പ് ലേണർ ആൻഡ് ലവർ ഓഫ് വേദാന്തിക് പ്രിൻസിപ്പിൾസ്. സോ ഈ ഒരു 15-ാം തീയതിക്ക് മുൻപ് നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് എവറിത്തിങ് നിങ്ങൾ ചെയ്യണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്റൻഷൻ സെറ്റിങ്ങോ ഗോളോ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ, വളരെ പവർഫുൾ സെഷൻ ആയിരിക്കും. അടുത്ത ഉബണ്ടുവിലേക്ക് വരിക. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും കൂടി ഉബണ്ടുവിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു നല്ല ഗിവിംഗ് പ്രോസസ്സാണ്.
ആ ഒരു ഗിവിങ് പ്രോസസ്സിലൂടെ ഒരാളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ലൈഫിൽ വന്ന ടോട്ടാലിറ്റിയുടെ ചേഞ്ചിൻ്റെ 90% ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കും. ദിസ് ഈസ് ദ പവർ ഓഫ് ഗിവിങ്. യഥാർത്ഥ ഗിവ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. സോ അത് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഈ പ്രോഗ്രാമിലേക്ക്, ഈ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മൾ നെക്സ്റ്റ് ഇയറിൽ എനിക്ക് കാണുള്ള ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഐ ലവ് യു ഓൾ. നമുക്ക് താങ്ക് യു സോ മച്ച് ഹെബ. അപ്പൊ അടുത്ത വർഷമാണ് നമ്മൾ ഇനി കാണുന്നത്. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു Yeah, വർഷം. ma'am. താങ്ക് യു സോ Happy മച്ച്. New Year. Happy New Year. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് Thank യു. you, ma'am. Thank you so much, ma'am. Thank you. Love you all. Bye bye. Happy New Year. Thank you.